ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലാൽ ബ്രദേഴ്സ് മില്ലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് +1 ഹൈഡ്രോ കാർബണിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക് എടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ആ ടോപ്പിക്കും കൂടെ ഞാൻ ഈ റിവിഷൻ ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഹൈഡ്രോ കാർബണിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള കമൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് റിയാക്ഷൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നെയിംഡ് റിയാക്ഷൻസ് ആണ് നോക്കുന്നത്. പ്രത്യേകത നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വയ്ക്കുക, ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലെ എവറി റിയാക്ഷൻസും എല്ലാ റിയാക്ഷൻസും ഇമ്പോർട്ടൻ്റ്. ഓരോ വർഷവും ഓരോ റിയാക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മറ്റേ ഓക്സിഡേഷൻ്റെ എന്ന് പറഞ്ഞാൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന 2 ടോപ്പിക് ചോദിച്ചു. ഓക്സിഡേഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെന്താണ് സിസ് ആൽക്കിൻ ട്രാൻസ് ആൽക്കിൻ്റെ ഒക്കെ ചെറിയ റിയാക്ഷൻസ്, അങ്ങനെ വളരെ മൈന്യൂട്ട് റിയാക്ഷൻസ് വരെ ചോദിക്കുന്നുണ്ട്. എന്നാലും ഇമ്പോർട്ടൻ്റ് ഉള്ള റിയാക്ഷൻസ് ഞാൻ എടുത്തു തരികയാണ്. ഓക്കെ, ബാക്കി നിങ്ങൾ ഇത് മാത്രം പഠിക്കരുത്, സ്കിപ്പ് ചെയ്യരുത് ആ ചാപ്റ്റർ. കാരണം ഏത് റിയാക്ഷൻ വേണം ചോദിക്കാം, അല്ല ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ഞാൻ എടുത്തു തരികയാണ്. ഓക്കെ, ഫസ്റ്റ് വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, വുഡ്സ് റിയാക്ഷൻ സിമ്പിൾ റിയാക്ഷനാണ് കേട്ടോ, വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടമുള്ളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ആൽക്കെയിൻ കിട്ടും. അതാണ് ഡെഫിനിഷൻ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ഞാൻ മീത്തൈൽ ബ്രോമൈഡ് എടുത്തു. ക്ലോറൈഡ് എടുക്കാം, അയോഡൈഡ് എടുക്കാം. ഫ്ലൂറൈഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ബ്രോമൈഡോ അയോഡൈഡോ എടുക്കാം. ഞാൻ മീത്തൈൽ ബ്രോമൈഡ് എടുത്തു. ഓക്കെ, ഈ മീത്തൈൽ ബ്രോമൈഡ് സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ആരുടെ പ്രസൻസിലാണ്? ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. ഓക്കെ, നിങ്ങൾ ഈ വുഡ്സ് റിയാക്ഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻ്റ് 2 ആൾക്കാർ എടുക്കണം. ഞാൻ ഒരു CH3Br എടുത്തു. എക്സാമിന് അങ്ങനെ കിടക്കത്തില്ല, ഞാൻ എക്സാമിന് വരുന്ന രീതിയിലും കൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 2 റിയാക്റ്റൻ്റ് എടുത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 2 സോഡിയം എടുക്കുക. ക്ലിയർ? ഇനി ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വയ്ക്കേണ്ടത്, ഓർഗാനിക് കെമിസ്ട്രി നിങ്ങളെ സാർമാർ നിങ്ങൾക്ക് 2 രീതിയിൽ പഠിപ്പിക്കുക. ഒന്നുകിൽ എപ്പോഴും സാധാരണ റിയാക്ഷൻ നമ്മൾ പ്രോഡക്ട്സ് പ്ലസ് അവൻ്റെ കൂടെ തന്നെ ബൈ പ്രോഡക്റ്റ് എഴുതിപ്പോൾ, ഞാൻ ഫോളോ ചെയ്യുന്നത് ബൈ പ്രോഡക്റ്റ് ഇവിടെ മൈനസ് ഇട്ട് എഴുതും. അതിനെ ആക്ച്വലി ഇവിടെ പ്ലസ് ആയിട്ട് വരുന്നത്. ഇവിടെ എന്തൊക്കെ ബൈ പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ എഴുതും, ഓർഗാനിക് കോമ്പൗണ്ട്സ് മാത്രം ഞാൻ ഇവിടെ എഴുതുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഈ 2 സോഡിയം ഈ 2 ബ്രോമിനെയും വിളിച്ച് എന്തായിട്ട് പുറത്തു പോകും? 2NaBr, സോഡിയം ബ്രോമൈഡ്. ക്ലോറിനായിരുന്നുവെങ്കിൽ സോഡിയം ക്ലോറൈഡ്. നിങ്ങൾക്ക് ഈ -2NaBr എന്ന് എഴുതിക്കുന്നതിന് വേണമെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് എഴുതാം. അതിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഇങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ബൈ പ്രോഡക്റ്റ് പുറത്ത് പോയി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ബൈ പ്രോഡക്റ്റ് അല്ല നമുക്ക് ആവശ്യം, നമുക്ക് മെയിൻ പ്രോഡക്റ്റ് ആവശ്യം. ബൈ പ്രോഡക്റ്റ് പുറത്ത് പോയി അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടി -2NaBr +2NaBr എന്നിട്ടാലും പ്രശ്നമില്ല. ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഇവിടെ മിച്ചമുള്ള ആരൊക്കെയാണ്ടാ? CH3 ഓമ രണ്ടുപേരും പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CH3. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ എടുത്ത ഹൈഡ്രോ കാർബൺ ആരാണ്? മീത്തൈൽ ബ്രോമൈഡ്. നിങ്ങൾക്ക് കിട്ടിയത് ആരാണ്? ഈത്തൈൻ. നിങ്ങൾ എടുത്ത റിയാക്റ്റൻറ്റിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്, കിട്ടിയതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. ഓക്കെ, അഫ്കോഴ്സ് നിങ്ങൾ എടുത്ത ആൾക്കാരെ 2 ആളായിട്ട് എടുക്കണം കേട്ടെ. അടുത്തൊരു എക്സാമ്പിൾ, CH3 CH2Br. ഓക്കെ, പഴയതുപോലെ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 2 എടുക്കുന്നതിന് പകരം 2 CH3 CH2Br എടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, 2 Na സോഡിയം എടുത്തു. ഇൻ പ്രസൻസ് ഓഫ് ആരാണ്? ഡ്രൈ ഈതർ. നിങ്ങൾ പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ 2 സോഡിയം നോക്കി, ഇവിടെ 2 Br അല്ലേ? 2 CH3 CH2Br എന്ന് പറയുമ്പോൾ ഇതല്ലേ ആക്ച്വലി? CH3 CH2Br CH3 CH2Br ഇതല്ലേ 2C എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2 Br, ഓക്കെ, 2 CH2Br എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 2 Brനെ 2 സോഡിയം വിളിച്ച് എന്തായിട്ട് പുറത്ത് പോകും? -2NaBr. ബാക്കി ഇത്രയും ആൾക്കാരെ പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? പറടാ. CH3 CH2 CH3 ഉണ്ടോ? CH3 CH2 CH3 ഉമ്മാരെ പരസ്പരം അങ്ങ് ജോയിൻ ആകും. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ റിയാക്റ്റൻറ്റിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? ഒറ്റ സിംഗിൾ കോമ്പൗണ്ടിൽ 2 ആൾക്കാരെ എടുത്ത് അതോടെ ഇരിക്കട്ടെ. സിംഗിൾ കോമ്പൗണ്ടിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. കിട്ടിയ പ്രോഡക്റ്റ് ആണെങ്കിലോ
4 കാർബൺ ആറ്റമുള്ള. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇരട്ടിയായിട്ടുള്ള എന്ത് കിട്ടും നിങ്ങൾക്ക്? കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ കിട്ടും. എടുക്കുന്ന ആൽക്കൈൽ ഹാലിലുള്ള കാർബൺസിൻ്റെ ഇരട്ടി 2 കാർബണുള്ള ആൽക്കൈൽ ഹാലൈഡ് എടുത്താൽ നിങ്ങൾക്ക് 4 കാർബണുള്ള ഹൈഡ്രോ കാർബൺ കിട്ടും. നിങ്ങളുടെ പ്രൊപ്പൈൽ ബ്രോമൈഡോ പ്രൊപ്പൈൽ ക്ലോറൈഡോ എടുത്താൽ നിങ്ങൾക്ക് ആര് കിട്ടും? പ്രൊപ്പൈൽ എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ആരായിരിക്കും? 3 ഇരട്ടി 6 ഹെക്സൈൻ കിട്ടും. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ? സിമ്പിൾ അല്ലേ? നോക്കിക്കോ. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങളിപ്പോൾ പെൻറ്റൈൻ എടുത്തു എന്ന് വിചാരിച്ചോ. പെൻറ്റൈൽ ക്ലോറൈഡ് എടുത്തു. അപ്പോൾ പെൻറ്റൈൻ എന്ന് പറയുമ്പോൾ എത്രയാ? 5. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? 10. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഒക്ടെയ്ൻ ആയിരുന്നു. ഓക്കെ, കിട്ടിയ വുഡ്സ് റിയാക്ഷൻ വഴി വുഡ്സ് റിയാക്ഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടെയ്ൻ ആണ്. അപ്പം നിങ്ങളുടെ റിയാക്റ്റൻ്റ് ആരാണ്? എടാ ഒക്ടെയ്ൻ എന്ന് പറയുമ്പം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 8. അപ്പോൾ റിയാക്റ്റൻറ്റിൽ എത്ര കാർബൺ ആറ്റം കാണും? അതിൻ്റെ പകുതി 4. കാരണം റിയാക്റ്റൻറ്റിൻ്റെ ഇരട്ടിയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ 8 കാർബൺ ആറ്റമുള്ള ആണ് പ്രോഡക്റ്റ് എങ്കിൽ നമ്മൾ റിയാക്റ്റൻ്റ് എത്രയായിരിക്കും? 4 കാർബൺ ആറ്റമുള്ള. 4 കാർബൺ ആറ്റം ആരാണ്? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ്റെ ഏതെങ്കിലും കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് കൂടെ ബ്യൂട്ടൈൻ ക്ലോറൈഡ് എന്നോ ബ്യൂട്ടൈൻ ബ്രോമൈഡ് എന്നോ ബ്യൂട്ടൈൻ അയോഡൈഡ് എന്നോ അങ്ങ് എഴുതി കൊടുക്കുക. ഇങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഇനി എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. അപ്പം ബ്യൂട്ടൈൻ ആണ് പ്രോഡക്റ്റ് എങ്കിലോ റിയാക്റ്റൻ്റ് ആരായിരിക്കും? ബ്യൂട്ട് 4. അതിൻ്റെ പകുതി എത്ര? 2. അപ്പം ഈഥൈൽ ക്ലോറൈഡോ ഈഥൈൽ അയോഡൈഡോ ആയിരിക്കും. ഇനി ഹെക്സൈൻ ആണെങ്കിലോ? ഹെക്സ് എന്ന് പറയുമ്പോൾ 6. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? 3. പ്രൊപ്പൈൽ ക്ലോറൈഡോ പ്രൊപ്പൈൽ ബ്രോമൈഡോ ആരെങ്കിലും ആയിരിക്കും. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പ്രോഡക്റ്റ് പെൻറ്റൈൻ ആണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ പ്രോഡക്റ്റ് ആണ് പെൻറ്റൈൻ. അപ്പോൾ റിയാക്റ്റൻ്റ് ആരാ? പെൻറ്റൈൻ. പെൻറ്റൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റോ? 5 കാർബൺ ആറ്റം. 5ൻ്റെ പകുതി എത്ര? 2.5. 2.5 ഉള്ള റിയാക്റ്റിന് എടുക്കാൻ പറ്റും. 2.5 കാർബൺ ആറ്റം റിയാക്റ്റിന് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. വുഡ്സ് റിയാക്ഷൻ cannot used for the preparation of hydrocarbon containing odd number of എന്താണ്? ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഓക്കെ, ഓഡ് നമ്പർ കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺസിന് നമുക്ക് ഏത് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല? വുഡ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. വുഡ്സ് റിയാക്ഷൻ വഴി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ മൾട്ടിപ്പിൾ കാർബൺ ആറ്റമുള്ള പ്രോഡക്റ്റേ കിട്ടുകയുള്ളൂ. വിച്ച് മീൻസ് നിങ്ങൾ ഒരു കാർബൺ ആറ്റമുള്ള റിയാക്റ്റൻ്റ് എടുത്താൽ 2 കാർബൺ ആറ്റുള്ള പ്രോഡക്റ്റ് കിട്ടും. 2 കാർബൺ ആറ്റുള്ള റിയാക്റ്റൻ്റ് എടുത്താൽ 4 കാർബൺ ആറ്റുള്ള പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, വിച്ച് മീൻസ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഏതായിരിക്കും? ഈവൻ നമ്പർ കാർബൺ ആറ്റം ആയിരിക്കും കിട്ടുന്ന പ്രോഡക്ട്സിൽ. അതിൽ ആര് വരത്തില്ല? ഓഡ് നമ്പർ വരത്തില്ല. അതുകൊണ്ട് വുഡ്സ് റിയാക്ഷൻ കനോട്ട് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. മനസ്സിലായോ? സംശയമുണ്ടോ? ഇതാണ് വുഡ്സ് റിയാക്ഷൻ. ഇനി എക്സാമിന് ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. എക്സാമിന് ഏത് രീതിയിൽ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. സിമ്പിളായിട്ട് എക്സാമിന് ഇങ്ങനെ അവർ പറയും. റിയാക്ഷനൊക്കെ തന്നെ, പക്ഷേ എക്സാമിനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. CH3 CH2 ഞാൻ BR മാറ്റി വേറെ ആരെങ്കിലും അയോഡിൻ ആക്കിയെന്ന് വിചാരിച്ചു. അത് BR ഐഡി എന്തോ സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ. എക്സാമിന് അവരിവിടെ 2 എന്നോ ഇവിടെ 2 സോഡിയം എടുത്തെന്നൊന്നും പറയത്തില്ല. ഓക്കെ, ഇത്രയേ കടക്കുള്ളൂ. ഇല്ല, എക്സാം സെൻറ്റൻസ് ആയിരിക്കും. എന്താണ്? ഈഥൈൽ അയോഡൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഏത് പ്രോഡക്റ്റ് ഫോം ചെയ്യും? വിച്ച് പ്രോഡക്റ്റ് ഈസ് ഫോംഡ്? അപ്പോൾ നിങ്ങളിവിടെ 2 അങ്ങനെ നോക്കണ്ട. വുഡ്സ് റിയാക്ഷൻ്റെ ബേസിക് കൺസെപ്റ്റ് ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. പുറത്തു പോകുന്ന ആരായിക്കോട്ടെ? സോഡിയം അയോഡൈഡ് പുറത്തു കിട്ടുന്ന ആരാണ്? ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. പ്രോഡക്റ്റ് ആരായിരിക്കും? 4 കാർബൺ ആറ്റമുള്ളൂ. അപ്പോൾ ആരാണ്? CH3 CH2 CH2 CH3. നിങ്ങൾ ബാലൻസിങ് ഒന്നും നോക്കണ്ട. ബാലൻസിങ് വേണമെങ്കിൽ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി. 2 ക്ലിയർ ആവും. അതൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞത് എക്സാമിന് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അല്ല 2 റിയാക്റ്റൻ്റ് എടുത്തു 2 സോഡിയം എടുത്തു എന്ന് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. വുഡ്സ് റിയാക്ഷൻ്റെ സിമ്പിൾ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ റിയാക്റ്റൻസിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാർബൺ ആറ്റമുള്ള എന്ത് എഴുതുക? ഹൈഡ്രോ കാർബൺ എഴുതുക. അത്രയേ ഉള്ളൂ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. സംശയമുണ്ടോ? ഇതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഫൈൻ. വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റിയാക്ഷൻ നോക്കാം. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് കേട്ടോ. ഇതും സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഏത് റിയാക്ഷനാണ്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഓക്കെ, ഡീകാർബോക്സിലേഷൻ പേരിൽ തന്നെ ആ റിയാക്ഷൻ്റെ ഒരു കൺസെപ്റ്റ് ഒളിഞ്ഞിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക. പേര് കേട്ട് പേടിക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള ആസിഡ് ഗ്രൂപ്പ് എടുക്കുക.
നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന അസറ്റിക് ആസിഡ് അല്ലേ? അസറ്റിക് ആസിഡ് നമ്മൾ ആരാണ്? CH3COOH. ഓക്കെ, ഈ അസറ്റിക് ആസിഡിൽ നിങ്ങൾ ചുമ്മാ അസറ്റിക് ആസിഡിനെ ജസ്റ്റ് ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യുന്ന സംഭവിക്കൂടാ. ഈ OH ഈ H ചേർന്ന് H2O ആയിട്ട് പുറത്ത് പോകും. ഓക്കെ, H2O ആയിട്ട് പുറത്ത് പോയി. ബാക്കി ഇവിടെ NA അല്ലേ? ഈ NA ഇതാ NA എന്ന് പറയുമ്പോൾ ഇവിടെ NA+, കാരണം ഇവിടെ നിന്ന് OH ആണ് റിലീസ് ആയത്. അപ്പോൾ NA+, ഇവിടെ നിന്ന് H+ ആണ് പോയത്, ഇവിടെ CO- അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഈ NA നേരെ ഇവിടെ വന്ന് ചേരും. അപ്പം എന്ത് കിട്ടി? CH3CONA. ഇതാണ് സിമ്പിളി ആരെന്ന് പറഞ്ഞാൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൻ്റെ ബേസ് കോമ്പൗണ്ട്. ഇത് സോഡിയം അസറ്റേറ്റ്. സോഡിയം ഫോർമേറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ സോഡിയം അസറ്റേറ്റ് വെച്ച് തുടങ്ങിക്കോ. സോഡിയം അസറ്റേറ്റ്. ഇനി അതേസമയം ഈ ആസിഡ് ആണെങ്കിലോ CH3CH2COOH. ഇത് പ്രൊപ്പനോയിക് ആസിഡ് അല്ലേ? ഇവനെ നേരത്തെ പോലെ NA വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പുറത്തു പോകും. എന്നാൽ ഇവിടെ Hന് പകരം ആര് വരും? NA. ഇതിനെ വിളിക്കുന്നവരാണ് സോഡിയം സാൾട്ട് ഓഫ് പ്രൊപ്പനോയിക് ആസിഡ് എന്ന് വിളിക്കാം. സിംപ്ലി സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ക്ലിയർ ആയോ? നമ്മൾ സാധാരണ കാർബോക്സിലിക് ആസിഡിലെ ഹൈഡ്രജന് പകരം ആര് വരും? സോഡിയം വരും. അത്രയേ ഉള്ളൂ ഇവിടെ. ക്ലിയർ? അങ്ങനെ നിങ്ങൾ ഇഷ്ടമുള്ള സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ അതിനെ സോഡ ലൈമായിട്ട് ട്രീറ്റ് ചെയ്യുക. ആരുമായി ട്രീറ്റ് ചെയ്യുക? സോഡ ലൈം. ആരാ സോഡ ലൈം? നമ്മൾ എസ് ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട് സോഡ ലൈം. ഓക്കെ, ആരാ സോഡ ലൈം എന്ന്? സോഡ ലൈം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു മാർഗ്ഗം ചോദിക്കാം, വാട്ട് ഈസ് സോഡ ലൈം? ഓക്കെ, സോഡ ലൈം ഈസ് എ മിക്സ്ചർ ഓഫ് ആരുടെയൊക്കെയാ? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽസ്യം ഓക്സൈഡ് നമ്മൾ ക്വിക്ക് ലൈം എന്ന് വിളിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് വിളിക്കും. ആ പേരുകളൊക്കെ ഓർമ്മ വയ്ക്കാം. P ബ്ലോക്ക് നന്നായിട്ട് പഠിക്കണം കേട്ടോ. എസ് ബ്ലോക്കും B ബ്ലോക്കും പഠിക്കണം കേട്ടോ. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽസ്യം ഓക്സൈഡിൻ്റെയും ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. അപ്പോൾ നമ്മൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഈ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ കാൽസ്യം ഓക്സൈഡ് ആരമാർക്കിൻ്റെ മുകളിൽ എഴുതാൻ കാരണം കാൽസ്യം ഓക്സൈഡ് ഡയറക്റ്റ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കാലിസ്റ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡയറക്റ്റ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ നിങ്ങൾ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുക. സോഡ ലൈം ഈസ് എ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് ക്വിക്ക് ലൈം എന്ന് വിളിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് കോസ്റ്റിക് സോഡ എന്ന് വിളിക്കും. നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല. ഇനി റിയാക്ഷനൊക്കെ സിമ്പിളാണ് കേട്ടോ. ആദ്യം റിയാക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, പിന്നെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. റിയാക്ഷൻ എത്രയേ ഉള്ളൂ. ഇവിടെ ഒരു സോഡിയം ഇല്ലേ? ഇവിടെ ഒരു സോഡിയം ഇല്ലേ? പുറത്ത് പോയത് മൈനസ് എത്ര സോഡിയം? 2 Na2 തീർന്നില്ല. ഇവിടെ ഒരു കാർബൺ ഇല്ലേ? അപ്പോൾ C. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. അപ്പോൾ എത്രയാ? Na2COOO. എത്ര ഓക്സിജനാ? 3. Na2CO3. സോഡിയം കാർബണേറ്റ് പുറത്തുപോയി. ഓക്കെ, Na2CO3 എന്ന് പറഞ്ഞാൽ ആരാണ്? സോഡിയം കാർബണേറ്റ് പുറത്തുപോയി. ഇനി ഇവിടെ മിച്ചമുള്ള ആരാ? ഇവിടെ ഒരു CH3 മിച്ചമുണ്ട്. ബാക്കി ഇത്രയും ആൾക്കാർ പുറത്തുപോയി. ഇവിടെ NAയും Oയും പുറത്തുപോയി. ബാക്കി ഇവിടെ മിച്ചമുള്ള ആരാണ്? H. ഈ H CH3 കയറുമ്പോൾ എന്ത് കിട്ടും? CH4. മനസ്സിലായോ? ഒന്നുമില്ല, ഒന്നും കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഈ സോഡിയവും കൂടെ Na2, ഈ കാർബൺ C, ഈ ഓക്സിജൻ, അങ്ങനെ എത്ര? O3. അങ്ങനെ സോഡിയം കാർബണേറ്റ് ആയിട്ട് അങ്ങ് പുറത്ത് പോയി. ബാക്കി മിച്ചമുള്ള ഹൈഡ്രജൻ ഇവിടെ കയറുമ്പോൾ CH4. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സിമ്പിളി നിങ്ങൾ എടുക്കുന്ന സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ നിന്നും ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർട്ട് അങ്ങ് എലിമിനേറ്റ് ആവും. അതാണ് ഡീകാർബോക്സിലേഷൻ. നിങ്ങൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റിലോട്ട് പോകുമ്പോൾ ഒരു കാർബൺ ആറ്റം കുറവുള്ള ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഇവിടെ നിങ്ങൾ എടുത്ത റിയാക്റ്റൻറ്റിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? 2. കിട്ടിയ പ്രോഡക്റ്റിലോ 2-നേക്കാളും ഒരു കാർബൺ ആറ്റം കുറവുള്ള ഹൈഡ്രോ കാർബൺ. അടുത്തൊരു എക്സാമ്പിൾ പോകുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, CH3 CH2 COONA. സിമിലർലി നേരത്തെ പോലെ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുക. നേരത്തെ പോലെ ഈ സോഡിയം Na2 COOO. അപ്പം Na2CO3. ബാക്കി ഹൈഡ്രജൻ വന്ന് നേരെ ഇവിടെ കയറും. അപ്പോൾ ആരാണ്? CH3. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്ത റിയാക്റ്റൻറ്റിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? 1, 2, 3. കിട്ടിയ റിയാക്റ്റൻ്റ് എന്ന് പറയുമ്പോഴോ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എടുത്ത റിയാക്റ്റൻറ്റിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. അതിനേക്കാളും 1 കുറവ്. 3 കാർബണേക്കാളും 1 കുറവ് നമ്മൾ 2 കാർബൺ ആറ്റമുള്ള
ഹൈഡ്രോകാർബൺ കിട്ടും. അതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. നിങ്ങൾ എടുക്കുന്ന സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനേക്കാളും ഒരു കാർബൺ ആറ്റം കുറവുള്ള ആൽക്കൈൻ കിട്ടും, അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺ കിട്ടും. മനസ്സിലായോ? അപ്പോൾ സപ്പോസ് ഇനി ഈ ബൈ പ്രോഡക്റ്റ് ഒന്നും പറയില്ല, എൻ്റെ ചുമ്മാ റിയാക്റ്റൻ്റ് മാത്രം. CH3 CH2 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 CONA പ്ലസ് ഇത് സോഡ ലൈം. ചിലപ്പോൾ സെൻറ്റൻസിലേ പറയുള്ളൂ കേട്ടോ എക്സാമിന്. ഇതിൻ്റെ പ്രോഡക്റ്റ് ഒറ്റയടിക്ക് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ റിയാക്റ്റൻ്റ് എന്ത് പുറത്തു പോകുമെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര കാർബണാറ്റം? 1 2 3 4 5 കാർബണാറ്റം. അപ്പോൾ കിട്ടുന്നത് ആരായിരിക്കും? 4 കാർബണാറ്റമുള്ള ഹൈഡ്രോകാർബൺ. 4 കാർബണാറ്റമുള്ള ആൽക്കൈൻ എന്ന് പറയുമ്പോൾ ആരാണ്? ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ ആരാ? CH3 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 ആരാ? CH3 CH2 CH3 അല്ലേ? ഇങ്ങനെ എഴുതണം, ഇങ്ങനെ എഴുതാം. അല്ല അറിയാവുന്നവർ വേണമെങ്കിൽ ബ്യൂട്ടൻ എന്ന് പറയുമ്പോൾ ആരാണ്? C4H10. ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ആവാം കേട്ടോ. മനസ്സിലായോ? അപ്പം ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക, അവനെ ആരുമായി ട്രീറ്റ് ചെയ്യുക? സോഡ ലൈം. സോഡ ലൈം ഇസ് എ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്. കിട്ടുന്നത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നിങ്ങൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനേക്കാൾ ഒരു കാർബൺ ആറ്റം കുറവുള്ള ആൽക്കൈൻ കിട്ടും. അത്രേ ഉള്ളൂ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഏത് റിയാക്റ്റൻ്റ് എന്നാലും ഇതങ്ങ് അപ്ലൈ ചെയ്യുക. പ്രൊവൈഡഡ് ഇവിടെ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് തന്നെ എടുക്കണം, പൊട്ടാസ്യം വന്ന് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഈ റിയാക്ഷനിൽ. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പോൾ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എടുക്കുന്ന റിയാക്റ്റൻറ്റിൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക, അതിനേക്കാൾ ഒരു കാർബണാറ്റം കുറവുള്ള ആൽക്കൈൻ എഴുതി കൊടുക്കുക. ഓക്കെ, കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ എടുക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോപ്സ് ഇലക്ട്രോളിസിസ് നോക്കാം. ഓക്കെ, കോപ്സ് ഇലക്ട്രോളിസിസ് ആക്ച്വലി മെക്കാനിസം കൂടെ ഉണ്ട്. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. സാധാരണ അങ്ങനെയല്ല ചോദിക്കുന്നത്, എക്സാമിന് വേറെ രീതിയിലാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കാം. ഓക്കെ, കോപ്സ് ഇലക്ട്രോളിസിസും ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ കൂടെ മിക്സ് ആവരുത്. കാരണം ഇവിടെയും നേരത്തെ റിയാക്റ്റൻ്റ് തന്നെ എടുക്കാൻ പോകുന്നത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇവിടുത്തെ പ്രത്യേകത സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിലാണെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് മാത്രമേ എടുക്കാവൂ. ഇവിടെ പൊട്ടാസ്യം യൂസ് ചെയ്യാൻ രണ്ടും വെച്ചുള്ള എക്സാമ്പിൾസുകൾ നിങ്ങൾക്ക് തരും. ഓക്കെ, ഫസ്റ്റ് ഞാൻ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തു. CH3CONA എടുത്തു. ഓക്കെ, അവനെ ഇലക്ട്രോളിസിസ് ചെയ്യാണ്. എന്ത് ചെയ്യാണ്? ഇലക്ട്രോളിസിസ്. നമുക്ക് എപ്പോഴും അറിയാം, എപ്പോഴും അക്വസ് സൊല്യൂഷനാണ് ഇലക്ട്രോളിസിസ് നടത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? വാട്ടർ കൊണ്ട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇവൻ്റെ എന്തൊക്കെ ബൈ പ്രോഡക്റ്റ് പുറത്തു പോകുന്നൊക്കെ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ സിമ്പിളായിട്ട് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് എഴുതാനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ എടുക്കുമ്പോൾ 2 റിയാക്റ്റൻറ്റിനെ എടുക്കണം, 2 വാട്ടറും എടുക്കണം. ഇവിടെ എന്തൊക്കെ പുറത്തു പോകും കാര്യങ്ങളൊക്കെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോ, ഇതാണ് CH3CONA CH3CONA. അപ്പോൾ 2 സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്ത് 2 വാട്ടറും എടുത്തു. ഓക്കെ, ഈ H2O ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതട്ടോ, HOH എന്ന് എഴുതട്ടോ, കുഴപ്പമില്ലല്ലോ. HOH അപ്പോൾ ഈ H2 വീണ്ടും HOH അല്ലേ? H2O കുഴപ്പമില്ലല്ലോ. H+OH-. ഓക്കെ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ 2 ഈ NA ഇല്ലേ, ഈ OH-നെ വിളിച്ച് എന്തായിട്ട് പുറത്തു പോകും? NaOH. ഇവിടെയും NaOH. അപ്പോൾ എത്ര NaOH ഉണ്ട്? 2 NaOH. അപ്പോൾ ആദ്യം 2 NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് പുറത്തുപോയി. സംശയമുണ്ടോ? നെക്സ്റ്റ് ഇവിടെ ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? 2 കാർബൺ ഡൈ ഓക്സൈഡ്. ആ 2 കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ പുറത്തു. ക്ലിയർ ആയോ? സംശയമുണ്ടോ? ഇനി ഇവിടെ ഒരു ഹൈഡ്രജൻ മിച്ചമില്ലേ, ഈ ഹൈഡ്രജൻ നേരെ വന്ന് ഇവിടെ കയറും. അപ്പോൾ അതെന്തായിട്ട് മാറി? സോറി ഇവിടെ 2 ഹൈഡ്രജൻ ഇല്ലേ, ഈ 2 ഹൈഡ്രജനും പരസ്പരം റിയാക്ട് ചെയ്ത് എന്തായിട്ട് പുറത്തുപോയി? H2, അതും പുറത്തു. ഓക്കെ, 2 NaOH പുറത്തുപോയി, 2 കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുപോയി, 2 ഹൈഡ്രജൻ. ഇതിൽ ഇതൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡൊക്കെ ആനോഡിൽ നടക്കുന്നതാണ്. ഹൈഡ്രജൻ മാത്രം കാഥോഡിലാണ് റിലീസ് ആവുന്നത് കേട്ടോ. മെക്കാനിസം ആണ് പോട്ട്. ബാക്കി ഇവിടെ മിച്ചം ആരാ ഇനിയുള്ളത്? CH3 അവന്മാരെ പരസ്പരം അങ്ങ് ജോയിൻ ചെയ്യും. അപ്പോൾ ആര് കിട്ടും?
CH3 CH3. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ. എങ്ങനെയാണ് റിയാക്ഷൻ പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇതൊന്നും ബൈ പ്രോഡക്റ്റ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അനതൊരു എക്സാമ്പിൾ വെച്ച് ഇവിടെ കോപ്സ് ഇലക്ട്രോസിൻ്റെ മെയിൻ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ഉള്ള റിയാക്റ്റൻ്റ് നോക്കുക. ഓക്കെ. റിയാക്റ്റൻ്റില്ല ഹൈഡ്രോകാർബണിൻ്റെ പാർട്ട് നോക്കുക. ഈ CONA പാർട്ട് നോക്കണ്ട. അല്ലാതെ ഹൈഡ്രോകാർബണിൻ്റെ അല്ലെങ്കിൽ ആൽക്കൈൽ പാർട്ടിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഈ രണ്ട് നോക്കേണ്ടത് ഞാൻ ബാലൻസ് ആയിട്ടതാണ് ഒരു കാർബൺ ആറ്റം. അപ്പം കിട്ടുന്ന പ്രോഡക്റ്റ് അതിൻ്റെ ഇരട്ടി 2 കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഹൈഡ്രോകാർബൺ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. CH3 CH2 CONA ഇലക്ട്രോളിസിസ്. എക്സാമിന് ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. ഇലക്ട്രോളിസിസ് എന്ന് മാത്രമേ പറയുള്ളൂ. വാട്ടർ ഒന്നും ആഡ് ചെയ്തില്ല, നമ്മൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ബൈ പ്രോഡക്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എടാ ഈ COO ആ പാർട്ട് അങ്ങ് പോട്ടെ, ഈ പാർട്ട് നോക്കുക. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. കിട്ടുന്ന പ്രോഡക്റ്റോ അവൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാ? 4 കാർബൺ ആറ്റമുള്ള ആൽക്കൈനിൽ ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ ആരെ കിട്ടും? CH3 CH2 CH2 CH3. മനസ്സിലായോ? ഇതാണ് ഡീകാർബോക്സിലേഷൻ. ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ എന്ത് ചെയ്യുക? 2 ഇടുക, ഇവിടെ പ്ലസ് എന്ത് ചെയ്യുക? 2 വാട്ടർ ആഡ് ചെയ്യുക. ഇതേപോലെ ഇത്രയും ബൈ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ഇവിടെ പുറത്തു. മനസ്സിലായോ? ക്ലിയർ ആയോ? സംശയമുണ്ടോ? ഈ സെയിം ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ സോഡിയത്തിന് പകരം പൊട്ടാസ്യം ആയിരുന്നു. ഞാനത് പൊട്ടാസ്യം ഇട്ട് പറഞ്ഞുതരാം. മനസ്സിലായോ? കാര്യം ഇവിടെ ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ കോപ്സ് ഇലക്ട്രോളിസിൻ്റെ റിയാക്റ്റിൻ്റെ പ്രോഡക്റ്റ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇലക്ട്രോളിസ് എന്നേ പറയുള്ളൂ, കോപ്സ് ഒന്നും പറയില്ല. കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. CH3 CH2 CH2 CONAക്ക് പകരം K ഇലക്ട്രോളിസിസ്. ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. വാട്ടറൊക്കെ ആഡ് ചെയ്യില്ല. വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്തോളുക. നിങ്ങൾക്ക് പ്രോഡക്റ്റ് എഴുതിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ. ഇവിടെ 2 ഇട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. ബാലൻസിങ് ഒന്നും വേണ്ട. പ്രോഡക്റ്റ് പറഞ്ഞേ. ഈ പാർട്ട് അങ്ങ് പോട്ടെ, നോക്കണ്ട. CONAയിൽ COK വരുന്ന പാർട്ട് നിങ്ങൾ നോക്കണ്ട. ബാക്കി ഈ പാർട്ടിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3. അപ്പോൾ അവൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാ? 6 കാർബൺ ആറ്റമുള്ള പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ആരാ? CH3 CH2 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 CH3 ഹെക്സൈൻ കിട്ടും. മനസ്സിലായോ? ഇതാണ് കോപ്സ് ഇലക്ട്രോളിസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ നിങ്ങൾക്ക് എന്താണ്? ജസ്റ്റ് COKയും കൂടെ ബാലൻസ് ചെയ്ത് പറയണമെങ്കിൽ ഒരു റിയാക്ഷനും കൂടെ ബാലൻസ് ചെയ്ത് പറഞ്ഞിടാം. ഓക്കെ. മനസ്സിലായോ? ഇതാണ് കൺസെപ്റ്റ്. ഈ സെയിം റിയാക്ഷൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിടുക? 2 ഇടുക. ഇനി അവിടെ എന്ത് ആഡ് ചെയ്യുക? 2 വാട്ടറും കൂടെ ഇപ്പുറത്തോട്ട് ആഡ് ചെയ്യണേ. എന്തൊക്കെ പുറത്തു വന്ന് നോക്കുക? നേരത്തെ പഠിപ്പിച്ച പോലെ CH3 CH2 CH2 COOK CH3 CH2 CH2 COOK. പിന്നെ അവനോട് എത്ര വാട്ടർ ഉണ്ട്? 2 വാട്ടർ. അപ്പം ഞാൻ വാട്ടറിനെ COOK കേട്ടോ. വീണ്ടും വാട്ടർ എന്ന് പറയുമ്പോൾ HOH. ഓക്കെ. പഴയതുപോലെ പറഞ്ഞേ. ഇവിടെ ഒരു പൊട്ടാസ്യം ഉണ്ട്, OH ഉണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇവിടെയും പൊട്ടാസ്യം ഉണ്ട്, OH ഉണ്ട്. അപ്പോൾ ആരാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പുറത്തു പോയി. ഓക്കെ. അപ്പോൾ 2 KOH പുറത്തു പോയി. അടുത്ത് ബാക്കി ഇവിടെ ഒരു CO2, ഇവിടെയും CO2. അപ്പം ബാക്കി ആര് പുറത്തു പോകും? 2 CO2 പുറത്തു പോയി. ബാക്കി ഇനി ഇവിടെ ആരുണ്ട്? 2 H. അപ്പം ആരും പുറത്തു പോയി? 2 H2 പുറത്തു പോയി. അപ്പോൾ ഇത്രയും ആൾക്കാർ പുറത്തു പോയി. ബാക്കി ഇവിടെ മിച്ചമാരാണ്? CH3 CH2 CH2 CH3 CH2. 2 പരസ്പരം ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ബൈ പ്രോഡക്റ്റ് ഒന്നും എഴുതേണ്ട വരത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, ആൻസർ കിട്ടും. ഓക്കെ. ഒറ്റ ക്വസ്റ്റിനും കൂടെ നിങ്ങൾ ആൻസർ പറയണം. കാരണം കോപ്സ് ഇലക്ട്രോളിസിസ് ഞാൻ പൊട്ടാസ്യം വെച്ച് തരാം കേട്ടോ. CH3 CH2 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 മതി. 3 മതി അല്ലേ? 4 കണ്ടേ. COK ഇലക്ട്രോളിസിസ് പ്രോഡക്റ്റ് പറഞ്ഞേ.
നേരത്തെ പഠിപ്പിച്ച പോലെ ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ കോപ്സ് ഇലക്ട്രോളിസിസാണ്. ഈ CO ഒക്കെ എങ്ങ് പോട്ടെ, ഇത്രയിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4. അവൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര? 8 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ആര് കിട്ടും? ഒക്ടേൻ കിട്ടും. എന്ന് പറയുമ്പോൾ ആര് കിട്ടും? ഒക്ടേൻ. C8H18 എഴുതാൻ മടിയായതുകൊണ്ടാണ് CH3 CH2 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 CH3 എന്ന് എഴുതിയാൽ മതി. എഴുതാൻ മടിയായതുകൊണ്ട് ഞാൻ ജനറൽ ഫോം എഴുതി ഒക്ടേൻ. ഓക്കെ, സംശയമുണ്ടോ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. സാധനം ഒന്നും പറഞ്ഞു. ചിലപ്പോൾ ഇങ്ങനെയും കിടക്കും കേട്ടോ, ഈ ഒരു രീതിയിൽ എഴുതാൻ പറയും പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഒരു തിരിച്ചൊരു ക്വസ്റ്റ്യൻ വന്നാലോ. കോപ്സിൽ ഇലക്ട്രോളിസിസ് ഏതോ സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡിനെ ഇലക്ട്രോളിസിസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ബ്യൂട്ടൈൻ ആണ്. CH3 CH2 CH2. അപ്പം റിയാക്റ്റൻ്റ് ആരായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായി. കിട്ടിയ പ്രോഡക്റ്റിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4. അപ്പം റിയാക്റ്റൻറ്റിൽ എത്ര കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബണിൻ്റെ പാർട്ട് കാണും? 2. അപ്പോൾ ആരാ? CH3 CH2. അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? COONA അല്ലെങ്കിൽ COOK. മനസ്സിലായോ? ഈ പാർട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇവൻ്റെ ഇരട്ടിയാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ അവൻ്റെ പകുതിയുള്ള ഹൈഡ്രോ കാർബൺ പാർട്ട് ഇതിൽ കാണും. ബാക്കി ഇവിടെ ഒരു കാർബോസിലേറ്റിൻ്റെ പാർട്ടും കാണും. സോഡിയം സാൾട്ട് ഓഫ് കാർബോസിലേറ്റിൻ്റെ പാർട്ടും കാണും. മനസ്സിലായോ? അപ്പം പ്രോഡക്റ്റ് തന്നിട്ട് റിയാക്റ്റൻ്റ് എഴുതാനും പറയും. വുഡ്സ് റിയാക്ഷൻ പോലെ ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ നിങ്ങൾ ഈ പ്രോഡക്റ്റൊക്കെ ശ്രദ്ധിച്ചാലേ എല്ലാം ഈവൻ നമ്പർ കാർബൺ ആറ്റമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഏതിലും കിട്ടുന്നത്? കോപ്സ് ഇലക്ട്രോളിസിലും കിട്ടുന്നത് അല്ലേ? ഇവിടെ എടുക്കുന്ന ഈ പാർട്ടിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഇവിടെ കിട്ടുന്നത് എപ്പോഴും? മനസ്സിലായോ? ഇതാണ് കോപ്സ് ഇലക്ട്രോളിസിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം വുഡ്സ് റിയാക്ഷൻ പഠിക്കുക, ഡീകാർബോസിലേഷൻ പഠിക്കുക, കോപ്സ് ഇലക്ട്രോളിസിസ് പഠിക്കുക. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.